ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP4ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ മത്സരം നമ്മുടെ രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ് നമ്മളെ മത്സരത്തിൻ്റെ പ്രിവ്യൂസും എഡിഷൻസും ആണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും. കാരണം ഒരുപാട് പ്രഡിക്ഷൻ്റെ ടിപ്സും ട്രിക്സൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ തന്നെയാണ്. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് കയറി ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ കയറി ജോയിൻ ചെയ്തു. കാരണം നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന കുറേ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാനുള്ള ടിപ്പും ട്രിക്സും എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഫൈനൽ ടീംസും എല്ലാം നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ തന്നെയാണ് ഷെയർ ചെയ്യാറുള്ളത്. സോ മസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഗ്രൂപ്പിലോട്ട് കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് മത്സരം നടക്കുന്നത് മാച്ച് നമ്പർ 23 ആണ്. മത്സരം നടക്കുന്ന ഏപ്രിൽ 9 കൃത്യം 7:30 നമ്മുടെ നരേന്ദ്രമോദി അഹമ്മദാബാദിലുള്ള നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ്. ഗുജറാത്തിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് ഈ ഒരു മാച്ച് നടക്കുന്നത്. സോ ഈ ഒരു മത്സരത്തെ പറ്റിയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കി കാണാം. ഓക്കെ, ഈ ഒരു പിച്ചിനെ പറ്റി പറയുമ്പോൾ ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് തന്നെയാണ്. ടോട്ടലി നടന്ന 38 മത്സരത്തിൽ നിന്ന് ഫസ്റ്റ് ബാറ്റിംഗ് 16 വിന്നും അതുപോലെ തന്നെ സെക്കൻഡ് ബാറ്റിംഗ് 20 വിന്നുമാണ്. കൂടുതൽ വിൻ ചെയ്യുന്നത് സെക്കൻഡ് ബാറ്റിംഗ് തന്നെയാണ്. ദെൻ അതുപോലെ തന്നെ ആവറേജ് സ്കോറായിട്ട് 170 റൺസാണ്. 170 റൺസിൻ്റെ മുകളിലോട്ടാണ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. 150 റൺസിന് താഴെ വെറും 8 മത്സരങ്ങളും 150 to 170 ആ ഒരു റേഞ്ചിൽ ഏകദേശം 9 മത്സരങ്ങളും 170 to 190 അതിലേകദേശം 9 മത്സരങ്ങളും അതുപോലെ തന്നെ എബോ 190 11 മത്സരങ്ങളുമാണ് പോയിട്ടുള്ളത്. പേസ് ബോളേഴ്സ് ഏകദേശം 201 വിക്കറ്റ്, സ്പിന്നേഴ്സ് 98 വിക്കറ്റ്സുമാണ് എടുത്തിരിക്കുന്നത്. സോ കൂടുതൽ ഇമ്പോർട്ടൻസ് ഇവിടെ ഫാസ്റ്റ് ബോളേഴ്സിന് തന്നെയാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഫാസ്റ്റ് ബോളേഴ്സിനെ നമ്മുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു മെയിൻ ഘടകം ഇവിടെ ഉണ്ട് കേട്ടോ. ദെൻ കളിക്കാൻ പറ്റുന്ന ഇരു ടീമിലത്തെ പ്ലെയേഴ്സിനെയും അതുപോലെ തന്നെ അവരുടെ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് 2-3 കിടിലനായുള്ള ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തരാം. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് കുബേര ഫാൻറ്റസി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. കാരണം നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും, പറഞ്ഞാൽ നല്ല രീതിയിൽ പറ്റും. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ ക്യാപ്റ്റനോ വൈസ് ക്യാപ്റ്റനോ അതുപോലെ തന്നെ നിങ്ങൾ ടീമൊന്നും ക്രിയേറ്റ് ചെയ്യാതെ ക്യാഷ് ഏൺ ചെയ്യാനുള്ള കിഡിലൻ ഓപ്ഷൻ ഉണ്ട്. അതാണ് ഈ ഡ്യൂ ഓപ്ഷൻ. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ 5 പ്ലെയേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ഇതിലാരാ, അതാണ് നമ്മൾ പിക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഗെയ്ക്വാഡ് ആണെങ്കിൽ ഇത് ഗെയ്ക്വാഡ്, അല്ലെങ്കിൽ കോൺവേ ആണെങ്കിൽ കോൺവേ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയി നമ്മുടെ ഓപ്പോസിറ്റ് ഇതുപോലെ ഒരു പ്ലെയർ വരും. സോ നമ്മൾ പിക്ക് ചെയ്ത പ്ലെയറാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് വിന്നാൻ പറ്റും. സോ ഇതുപോലെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന കിഡിലനായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് ഫീച്ചേഴ്സ് ഈ ഒരു ഓപ്ഷനിലുണ്ട്. ഇവിടെ ഡ്യുവോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിലും അതുപോലെ തന്നെയാണ് 2 പ്ലെയേഴ്സിനെ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കുന്ന ആരാണോ അവർ വിന്നാവും, അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചോയ്സിലും ഞാൻ ഇതുവരെ കളിച്ചതിൽ എനിക്ക് നഷ്ടം വരാത്തൊരു ആപ്പ് തന്നെയാണ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും എനിക്ക് ഇവിടെ നഷ്ടം എന്ന് പറഞ്ഞൊരു സാധനം അടുത്തുകൂടെ പോയിട്ടില്ല. എങ്ങനെ എന്ത് പൊട്ട ടീമല്ല ഈ പ്ലെയറിനെ സെലക്ട് ചെയ്താൽ കൂടുതൽ നമ്മളാണ് വിൻ ചെയ്യാറുള്ളത്. സോ നമ്മളിത് ചെറുതായിട്ട് അനലൈസ് ചെയ്തിടുന്നു, പക്ഷേ നമുക്ക് നല്ല രീതിയിൽ ഇവിടെ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ഷുവർ തന്നെയാണ്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതെങ്ങനെ ജോയിൻ ചെയ്യണം, ഏത് പ്ലെയറിനെ ചൂസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ കൊടുക്കുന്ന ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് വരുന്നത് കണ്ടില്ല, നമ്മൾ ഏത് പ്ലെയറിനെ പിക്ക് ചെയ്യണം എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ. അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ ടീമും അതുപോലെ തന്നെ പ്ലെയേഴ്സിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾക്ക് തരുന്ന സാധനം തന്നെ ഞാനും ഇടുന്നത്. കാരണം എനിക്ക് അത്രയും പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും പ്രോഫിറ്റാണ് എനിക്ക് കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ കൊൽക്കത്ത വേഴ്സസ് നമ്മുടെ ലക്നോ തമ്മിൽ മാച്ച് ഇട്ടു. വെറും 105 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 71 രൂപ പ്രോഫിറ്റ് കിട്ടി. ഈ 101 എന്നുള്ളത് ഞാൻ ഏകദേശം 1000 ആയിക്കഴിഞ്ഞാൽ എനിക്ക് 700 രൂപയുടെ പ്രോഫിറ്റ് ആയില്ലേ. ഇതാണ് ഡിഫറൻസ്. നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലനാണ് ഈ ഒരു നമ്മുടെ സ്പോട്ടസി. സോ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. ഞാൻ ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് മത്സരങ്ങൾ കുറച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊരു ടീം ഇടാൻ പറ്റിയ ഒരു നല്ല ആപ്പ് എൻ്റെ അടുത്ത് ചോദിക്കണമെന്ന് വെച്ചാൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മൈ മാസ്റ്റർ 11 റെക്കമെൻഡ് ചെയ്യും. നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും, പറഞ്ഞാൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. കാരണം അത്രയും കിഡിലെ ഫീച്ചേഴ്സ് ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. നമ്മുടെ ഡ്രീം 11 ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എൻട്രി ഫീസ് വളരെ കുറവാണ്. അതുകൂടാതെ ഡെയിലി 1 lakh rupees ഫ്രീ ഗീവ്. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം. ഞാനിപ്പോൾ ജസ്റ്റ് ടീം ഇട്ട് ഇതവിടെ ജോയിൻ ചെയ്തു, അത്രയേ ഉള്ളൂ. കണ്ടില്ലേ, ഞാൻ ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിളാണ്, പൈസയൊന്നും കൊടുക്കേണ്ടത്. 0 രൂപീസിന് ജോയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന കിഡിലൻ ഓപ്ഷനാണ് നമ്മുടെ മൈ മാസ്റ്റർ 11 ഉള്ളത്. സോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും.
ഓൾസോ നമ്മുടെ ഫോക്കസ് 11 ആണെങ്കിലും 6 പ്ലെയേഴ്സിനൊക്കെ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ടീം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സെക്കൻഡ് ഇന്നിങ്സ് കോൺടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ കിഡിലൻ ഓപ്ഷൻസ് ആണ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ. എൻട്രി ഫീസ് വളരെ കുറവാണ്. ദെൻ അതുപോലെ തന്നെ TDS GST കാര്യങ്ങളോ ഒന്നും ഈ ഒരു ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഏത് ആപ്ലിക്കേഷനിലും ഇല്ല. XL11 ആണെങ്കിലും നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്യാഷ് ചെയ്യാൻ പറ്റും. ഡെയിലി ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സാണ് നമ്മുടെ ഈ ഒരു XL11 സോ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ട് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സോ ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാൻ. ഇന്നത്തെ മത്സരം നമ്മുടെ രാജസ്ഥാൻ വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ് നമ്മളെ മാച്ചിൽ ഇനിയിപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ പ്രോബബിലി പ്ലേയിങ് 11 പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻസിയാണ്. ജോസ് ബട്ട്ലർ, സായി സുദർശൻ, വാഷിംഗ്ടൺ സുന്ദർ, അതുപോലെ തന്നെ റുദർഫോർഡ്, ദെൻ അതുപോലെ തന്നെ ഷാറൂഖ് ഖാൻ, രാഹുൽ തിവാട്ടിയ, റാഷിദ് ഖാൻ, അതുപോലെ തന്നെ സായി കിഷോർ, മുഹമ്മദ് സിരാജ്, പ്രസിദ്ധ് കൃഷ്ണ, ഇഷാന്ത് ശർമ്മ അല്ലെങ്കിൽ കോട്സേ വരാൻ ചാൻസ് ഉണ്ട്. ഇഷാന്ത് ശർമ്മയ്ക്ക് അല്ലെങ്കിൽ കോട്സേ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ലക്നോയിൽ നോക്കുന്ന സമയത്ത് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഗിൽസ്, അഞ്ജു റാവട്ട്, റുദർഫോർഡ്, വാഷിംഗ്ടൺ സുന്ദർ അങ്ങനെ ഒരുപാട് പേര് കിടക്കുന്നത്. വാഷിംഗ്ടൺ സുന്ദർ റീസെൻറ്റ് പെർഫോമൻസ് അടിപൊളിയായിരുന്നു. കീ ഇൻസൈറ്റ് ആണ് ഇതിന് നോക്കാൻ പോകുന്നത്. നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസിലെ കീ പ്ലെയേഴ്സും അതുപോലെ തന്നെ അവരുടെ ഇൻസൈറ്റും കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നു. ആദ്യം തന്നെ ശുഭ്മാൻ ഗില്ലാണ്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ഗ്രൗണ്ടിൽ നല്ല രീതിയിൽ ഫോമിലുമാണ്. അതുപോലെ തന്നെ നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ മത്സരവും കളിച്ചിട്ടുണ്ട്. ഈ ഒരു വെന്യൂലാണെങ്കിലും H2H റെക്കോർഡ്സിലാണെങ്കിൽ നല്ല രീതിയിൽ അദ്ദേഹത്തിന് ആവറേജ് റൺസ് ഉണ്ട്. ഈ ഒരു പിച്ചിലാണെങ്കിൽ 1024 റൺസ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. എഗെയിൻസ്റ്റ് 6 444 റൺസും എടുത്തിട്ടുണ്ട്. കാരണം നല്ല രീതിയിൽ ആവറേജ് ഉള്ള ഒരു പ്ലെയറാണ് സായി സുദർശൻ. ഞാൻ എല്ലാ പ്ലെയേഴ്സിനെയും വലിച്ചു വാരി പറയാതെ ഇമ്പോർട്ടൻറ്റ് പിക്സ് ആണ് മാത്രമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. സോ സായി സുദർശനെ പറ്റി പറയുമ്പോൾ 56 റൺസ് പെർ മാച്ച് ആവറേജ് ഈ ഒരു ഗ്രൗണ്ടിലുണ്ട്. റീസെൻ്റ് നല്ല രീതിയിൽ ഫോമിൽ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. ഒരു 1-2 മത്സരങ്ങൾ നന്നായി കളിച്ചില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഒരിക്കലും ടീമിൽ നിന്ന് ഒഴിവാക്കരുത്. കാരണം അവരുടെ ഗ്രൗണ്ടാണ്, നല്ല രീതിയിൽ അവർ പ്ലേ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ജോസ് ബട്ട്ലർ റീസെൻ്റ് ആയിട്ട് ഹൈ സ്കോറിംഗ് ഉണ്ട്. അതുപോലെ തന്നെ റെക്കോർഡ്സും ആയിരുന്നു. നമ്മുടെ ആയിട്ട് റെക്കോർഡ്സ് ഇല്ല. കാരണം അദ്ദേഹം അവരുടെ കൂടെയാണല്ലോ ആ ഒരു ടീമിലാണ് ഇത്രയും കളിച്ചത്. അതുപോലെ തന്നെ നല്ലൊരു പ്ലെയറാണ് നമ്മുടെ GTത്തെ. അതുപോലെ തന്നെ റാഷിദ് ഖാൻ ഈ ഒരു വെന്യൂവിൽ 20 വിക്കറ്റാണ്. റീസെൻറ്റ് കളിച്ച മത്സരങ്ങളൊന്നും കാര്യമായിട്ട് വിക്കറ്റ്സോ പോയിന്റ്സോ ഡ്രീം ടീം കയറാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു മത്സരം നല്ല രീതിയിൽ കളിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഹോം ഗ്രൗണ്ട് കൂടെ ആയതുകൊണ്ട് നല്ലൊരു അഡ്വാൻറ്റേജ് ഉണ്ടാകും. സെക്കൻഡ് ഇന്നിങ്സ് ആണ് തീർച്ചയായിട്ടും അദ്ദേഹം പിക്ക് ചെയ്തോട്ടോ. ദെൻ സിരാജും പ്രസിദ്ധ് കൃഷ്ണയും രണ്ട് പേരും പേസ് ബോളേഴ്സാണ്. അതുകൂടാതെ റെഗുലറായിട്ട് എല്ലാ മത്സരങ്ങളിലും വിക്കറ്റ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് റെക്കോർഡ്സിൽ നല്ല രീതിയിൽ റെക്കോർഡ്സുള്ള പ്ലെയേഴ്സാണ് സിരാജും പ്രസിദ്ധ് കൃഷ്ണയും. സോ ഇവർ രണ്ടുപേരെ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ മസ്റ്റ് പിക്കായിട്ടുള്ള കുറച്ച് പ്ലെയേഴ്സാണ് സായി സുദർശൻ, അതുപോലെ നമ്മുടെ ശുഭ്മാൻ ഗിൽ, ജോസ് ബട്ട്ലർ, റാഷിദ് ഖാൻ, സിരാജും പ്രസിദ്ധ് കൃഷ്ണയും തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ നമ്മുടെ രാജസ്ഥാൻ റോയൽസിൽ പ്രോബബിലി പ്ലേയിങ് 11 നോക്കിക്കഴിഞ്ഞാൽ ജയ്സ്വാൾ, സഞ്ജു സാംസൺ, അതുപോലെ തന്നെ നിതീഷ് റാണ, റിയാൻ പരാഗ്, ധ്രുവ് ജുവൽ, ഷിരോൺ ഹിറ്റ്മേർ, ഹാസിറംഗ, അതുപോലെ തന്നെ ജോർഫ്ര ആർച്ചർ, മഹീഷ് തീക്ഷ്ണ, അതുപോലെ തന്നെ സന്ദീപ് ശർമ്മ, യുവേന്ദ്ര സിംഗ്, അതുപോലെ നമ്മുടെ കുമാർ കാർത്തിക. ഇത്രയും പേരാണുള്ളത്. സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ശുഭ്മാൻ ദൂബെ അല്ലെങ്കിൽ കൃണാൽ സിംഗോ അങ്ങനെ ആരെങ്കിലുമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ആകാശ് മത്തുവാളൊക്കെ നല്ലൊരു ബൗളറാണ്. കീ ഇൻസൈറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സഞ്ജു സാംസൺ ആണെങ്കിൽ എഗെയിൻസ്റ്റ് GT ആയിട്ട് 6 മത്സരം കളിച്ച് 230 റൺസിന് പെർ മാച്ച് ആവറേജ് സ്കോർ ആയിട്ടുണ്ട്. നല്ലൊരു പ്ലെയറാണ്. അത്യാവശ്യം ഫോമിൽ കയറി നിൽക്കുന്ന ഒരു പ്ലെയർ കൂടിയാണ്. ജയ്സ്വാൾ അടുത്തായിട്ട് അദ്ദേഹത്തെ പറ്റി പറയാനുള്ളത്. സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അഗെയിൻസ്റ്റ് GT ആയിട്ടുള്ള മത്സരങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് കളിച്ച 5 മത്സരത്തിൽ അദ്ദേഹം 65 റൺസാണ് എടുത്തുള്ളത്. അപ്പോൾ തന്നെ നമ്മുടെ GTത്തെ ബൗളേഴ്സിനെ പറ്റി നോക്കുമ്പോൾ നമ്മുടെ സിരാജും അതുപോലെ തന്നെ പ്രസിദ്ധ് കൃഷ്ണയാണ് ഫസ്റ്റ് 4 ഓവർ ചെയ്യുന്നത്. സോ അതിൽ കൂടുതൽ ജയ്സ്വാൾ ഔട്ടാനുള്ള ചാൻസ് കൂടെ ഉണ്ട് കേട്ടോ. അദ്ദേഹം ആ ഒരു ഇതിൽ പിടിച്ച് നിന്നതിനാൽ എന്തായാലും 50 റൺസ് കിടക്കും. അവരുടെ ഓവേഴ്സിൽ അദ്ദേഹം പിടിച്ച് നിന്നതിന് 50 റൺസ് തീർച്ചയായിട്ടും അദ്ദേഹം കടക്കുന്നതായിരിക്കും. ദെൻ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഹിറ്റ്മേർ ആണ്. ഷിരോൺ ഹിറ്റ്മേർ 120 റൺസാണ് അഗേൻസ്റ്റ് GT ആയിട്ട് അദ്ദേഹം എടുത്തുള്ളത്. കൺസിസ്റ്റൻറ്റ് ഫിനിഷറാണ് ദിസ് വെന്യൂൽ. ഈ ഒരു വെന്യൂൽ അദ്ദേഹം സെക്കൻഡ് ഇന്നിങ്സ് ആണെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാറുണ്ട്. സെക്കൻഡ് ഇന്നിങ്സ് ആണ് ഫസ്റ്റ് ഇന്നിങ്സിനെക്കാട്ടും കൂടുതൽ അദ്ദേഹം ഈ ഒരു ഗ്രൗണ്ടിൽ പെർഫോമൻസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് അത്യാവശ്യം ഫോമിലുള്ള ഒരു പ്ലെയർ കൂടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ RRലൊരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ കൂടിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഹാസിറംഗ ലാസ്റ്റ് കളിച്ച 2 മത്സരത്തിൽ 3 വിക്കറ്റ്സ് ആണ് അഗേൻസ്റ്റ് GT ആയിട്ട് അദ്ദേഹം നേടിക്കൊടുത്തത്. സോ ഈ ഒരു മസ്റ്റ് പിക്കായിട്ടുള്ള ഒരു പ്ലെയർ കൂടിയാണ്. അതുപോലെ തന്നെ ബാറ്റിങ്ങും കുറച്ച് ടോപ്പ് ഓർഡർ വരുന്നുണ്ട്. നല്ല രീതിയിൽ റൺസ് എടുക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ജോർഫ്ര ആർച്ചർ അതുപോലെ തന്നെ യുവേന്ദ്ര സിംഗ് രണ്ടുപേരും ഇമ്പാക്ട് ഈ ഒരു പിച്ചിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുക. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് GT ആയിട്ട് നല്ല കേപ്പബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സ് കൂടിയാണ് നമ്മുടെ ആർച്ചറും അതുപോലെ തന്നെ യുവേന്ദ്ര സിംഗും. ഓക്കെ, ഹെഡ് ടു ഹെഡ് റെക്കോർഡ്സ് നോക്കുന്ന സമയത്ത് ഇതുവരെ നമ്മുടെ ഗുജറാത്തും രാജസ്ഥാനും 6 പ്രാവശ്യം ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതിൽ 5 പ്രാവശ്യം നമ്മുടെ
ഗുജറാത്തും ഒരു പ്രാവശ്യമാണ് നമ്മുടെ രാജസ്ഥാനും വിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് തന്നെയാണ് കേട്ടോ കുബേര ഫാൻറ്റസി. എന്തായാലും യൂസ്ഫുൾ ആവുന്നുള്ള കാര്യത്തിൽ 100% ഷുവറാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഈ ഒരു ആപ്പിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് ചോദിക്കുക. GST TDS ഇല്ലാത്തൊരു ആപ്പ് കൂടെയാണ് കേട്ടോ ഇത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ബട്ട്ലറിനെ അതുപോലെ തന്നെ സാംസണിനെ നമ്മൾ എടുക്കുന്നുണ്ട് നമ്മുടെ ടീമിലോട്ട്. സായി സുദർശൻ, ശുഭ്മാൻ ഗിൽ നല്ല പ്ലേയേഴ്സാണ് ഇവിടെ. അതുപോലെ തന്നെ ജയ്സ്വാൾ നല്ലൊരു പിക്കാണ്, കാരണം ഏവറേജ് എല്ലാവരും പിക്ക് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. സോ അദ്ദേഹം ഔട്ടാവില്ല എന്ന് നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല, എന്നാൽ കൂടെ കൂടുതൽ അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് ഈ ഒരു മാച്ചിൽ. സോ അദ്ദേഹത്തെ നമുക്ക് എന്തായാലും നമ്മുടെ ടീമിലോട്ട് കൊണ്ടുവന്നിടാം. ഇതിന് അതുപോലെ തന്നെ ഓൾറൗണ്ടേഴ്സിലോട്ട് നോക്കുന്ന സമയത്ത് റിയാൻ പരാഗ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാ മത്സരങ്ങളും നന്നായി കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹാസറങ്കിനെ നമ്മുടെ ടീമിലോട്ട് വരാം. അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ റീസെൻ്റ് ആയിട്ട് 93 പോയിന്റ്സ് ആണ് കേട്ടോ അദ്ദേഹം നേടിയത്. അതുപോലെ തന്നെ ബൗളേഴ്സിലോട്ട് നോക്കുന്ന സമയത്ത് സിരാജും അതുപോലെ തന്നെ നമ്മുടെ ജോർഫ്ര ആർച്ചറും പ്രസീദ് കൃഷ്ണയും കൊണ്ടുവരാം. അതുപോലെ തന്നെ സായ് കിഷോർ കഴിഞ്ഞ എല്ലാ മത്സരങ്ങളും വിക്കറ്റ് എടുക്കുന്നുണ്ട്. സോ അതൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അദ്ദേഹം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ വാഷിംഗ്ടൺ സുന്ദറിനെ നമ്മുടെ ടീമിലോട്ട് കൊണ്ടുവരാം. ഒരു ഓൾറൗണ്ടർ എന്നുള്ള രീതിക്ക് ഓൾറെഡി ഗുജറാത്തിൽ നമ്മുടെ റാഷിദ് ഖാൻ ഉണ്ട്, സായ് സുദർശൻ ഉണ്ട്, വാഷിംഗ്ടൺ സുന്ദറിന് ഓവേഴ്സ് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അദ്ദേഹത്തിന് ബാറ്റിംഗ് എന്നൊരു രീതിയിലാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നല്ല രീതിക്ക് അടി പോവുകയാണ്. റാഷിദ് ഖാൻ്റെ ആയിരുന്നു, സായ് കൃഷ്ണ ആയിരുന്നും ഒക്കെ, സായ് കിഷോറിൻ്റെ ആയിരുന്നൊക്കെ നല്ല രീതിയിൽ റൺസ് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാഷിംഗ്ടൺ സുന്ദറിന് കൂടുതൽ ഓവേഴ്സ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. മീനിങ് 2 ഓവേഴ്സെങ്കിലും നമുക്ക് വാഷിംഗ്ടൺ സുന്ദറിനെ എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു മാച്ചിൽ. ദെൻ ക്യാപ്റ്റൻ VC ഓപ്ഷൻസ്, ഇതാണ് ഇവിടെ റിസ്ക് ഫാക്ടർ ആയിട്ടുള്ളത്. സോ ഇതിൽ ആരെ ക്യാപ്റ്റൻ കൊടുക്കുന്നതാണ് ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷനായി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോസ് ബട്ട്ലർ തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഔട്ടാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. പക്ഷേ എനിക്കിവിടെ കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയത് നമ്മുടെ ജോസ് ബട്ട്ലറും അതുപോലെ തന്നെ ശുഭ്മാൻ ഗില്ലുമാണ്. നല്ല രീതിയിൽ നമുക്ക് പോയിന്റ്സ് കിട്ടുന്നുള്ളൊരു ഇതുള്ളത്. അതുപോലെ തന്നെ ബൗളേഴ്സിലോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രസിദ് കൃഷ്ണ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. സിരാജിനെക്കാട്ടിലും പ്രസിദ് കൃഷ്ണ ഈ ഒരു മാച്ചിൽ നന്നായി പെർഫോം ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. നമ്മുടെ ടീം ഒന്ന് നോക്കാം. ബട്ട്ലർ, സാംസൺ, അതുപോലെ തന്നെ നമ്മുടെ ശുഭ്മാൻ ഗിൽ, അതുപോലെ സായി സുദർശൻ, ജയ്സ്വാൾ, വാഷിംഗ്ടൺ സുന്ദർ, ഹാസിറങ്ക, റിയാൻ പരാഗ്, ജോർഫ്ര ആർച്ചർ, പ്രസിദ് കൃഷ്ണ, മുഹമ്മദ് സിരാജ്, ഇത്രയും പേര് നമ്മുടെ ടീമിലുള്ളൂ. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ മാത്രമാണ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്ത് അതിലായിരിക്കും ഫൈനൽ ടീംസൊക്കെ ഇടാറുള്ളത്. സോ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന കിഡിലെ ഫീച്ചേഴ്സുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ തീർച്ചയായിട്ടും പരിചയപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ എങ്ങനെ പിക്ക് ചെയ്യണം എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. സോ നമ്മളെ ഗ്രൂപ്പിലോട്ട് ഇതുവരെ കയറി ജോയിൻ ചെയ്തിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും കുറേ ജോയിൻ ചെയ്യുക. ഇന്നലത്തെ മത്സരത്തിൽ ഏകദേശം 57,000 രൂപയാണ് ഞാൻ വിൻ ചെയ്തത്. അത് ഈ ഒരു ഡ്യൂവോ കളിച്ചിട്ട് വിരാട് കോഹ്ലിയെ പിക്ക് ചെയ്തിട്ടാണ് ഇത്രയും ക്യാഷ് ഏൺ ചെയ്തത്. സോ നമ്മുടെ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യുക. അടുത്ത വീഡിയോമേ കാണുന്നവർ എല്ലാവരും ഗുഡ് ബൈ ഫ്രണ്ട്സ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കാം.